പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, ദൈവരാജ്യത്തിൻ്റെ ഉദയത്തെക്കുറിച്ച്, ദൈവരാജ്യത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് യേശു ഉപമകളിലൂടെ പഠിപ്പിച്ച കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ഒരു ശ്രമമാണ് നമ്മുടെ ഈ പരമ്പരയിൽ, ഉദയം എന്ന പേരിൽ ഉള്ള പരമ്പരയിൽ കൈകാര്യം ചെയ്യുന്നത്. ഓരോ ദിവസവും ഓരോ ഉപമ നമ്മൾ പഠിക്കുന്നു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് താനെ വളരുന്ന വിത്തിനെക്കുറിച്ചുള്ള ഉപമയാണ്. ആദ്യമേ നമുക്ക് സുവിശേഷത്തിൽ നിന്ന് ആ ഭാഗം ഒന്ന് വായിച്ച് കേൾക്കാം. വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം അധ്യായം 4 തിരുവചനങ്ങൾ 26 മുതൽ 29 വരെ. യേശു പറഞ്ഞു, ദൈവരാജ്യം ഒരുവൻ ഭൂമിയിൽ വിത്ത് വിതയ്ക്കുന്നതിന് സദൃശ്യം. അവൻ രാവും പകലും ഉറങ്ങിയും ഉണർന്നും കഴിയുന്നു. അവൻ അറിയാതെ തന്നെ വിത്തുകൾ പൊട്ടി മുളച്ച് വളരുന്നു. ആദ്യം ഇല, പിന്നെ കതിർ, തുടർന്ന് കതിരിൽ ധാന്യമണികൾ. ഇങ്ങനെ ഭൂമി ഫലം പുറപ്പെടുവിക്കുന്നു. ധാന്യം വിളയുമ്പോൾ കൊയ്ത്തിന് കാലമാകുന്നത് കൊണ്ട് അവൻ അരിവാൾ വയ്ക്കുന്നു. ദൈവവചനമാണ് നാം കേട്ടത്. ദൈവരാജ്യത്തിൻ്റെ വിവിധ സ്വഭാവങ്ങളെക്കുറിച്ച്, അതിൻ്റെ ഉത്ഭവം, വളർച്ച, അതിൻ്റെ വെല്ലുവിളികൾ, അതിൻ്റെ അന്ത്യം, ലക്ഷ്യം എന്നിവയെക്കുറിച്ചൊക്കെ യേശു പഠിപ്പിക്കാനായിട്ട് ഉപയോഗിച്ചത് സാധാരണ മനുഷ്യർക്ക് മനസ്സിലാകുന്ന ഭാഷയാണ്. അനുദിന ജീവിതത്തിൽ നിന്ന് അടർത്തിയെടുത്ത അനുഭവങ്ങൾ, എല്ലാവർക്കും മനസ്സിലാകുന്ന, അംഗീകരിക്കാൻ സാധിക്കുന്ന, എളുപ്പം ഗ്രഹിക്കാനാവുന്ന ഉദാഹരണങ്ങളാണ് യേശു എടുക്കുന്നത്. പലസ്തീനായിലെ ജനങ്ങൾ അധിക പങ്കും കർഷകരായിരുന്നു. അപ്പോൾ കാർഷിക വൃത്തിയുമായി ബന്ധപ്പെട്ട കുറേയേറെ ഉപമകൾ യേശു പറഞ്ഞിട്ടുണ്ട്, പഠിപ്പിച്ചിട്ടുണ്ട്. ദൈവരാജ്യം ഏതാണ്ട് ഇതുപോലെയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് യേശു ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്, ഓരോ കാര്യങ്ങളും പറയുന്നത്. വിത്തിനെക്കുറിച്ച് തന്നെ പലതരത്തിലുള്ള ഉപമകൾ യേശു പറഞ്ഞിട്ടുണ്ട്. യേശു പറഞ്ഞ വിതക്കാരൻ്റെ ഉപമ നമ്മൾ ഇതിനകം വിശദമായി ചർച്ച ചെയ്ത് കഴിഞ്ഞു. ഇന്ന് നമ്മൾ കാണുന്നത് വിത്തിൻ്റെ ഒരു പ്രത്യേക സ്വഭാവമാണ്. എല്ലാവർക്കും അറിയാം, വിത്ത് വിതച്ചു കഴിഞ്ഞാൽ പിന്നെ കർഷകനെ സംബന്ധിച്ചോളം കാത്തിരിക്കുകയല്ലാതെ വേറെ മാർഗമൊന്നുമില്ല. എത്ര ശ്രമിച്ചാലും വിത്ത് മനുഷ്യൻ്റെ പ്രയത്നം കൊണ്ട് മുള പൊട്ടുകയില്ല. മുള പൊട്ടിയാൽ ആ മുള വളരുകയുമില്ല. വിത്ത് വിതച്ചതിന് ശേഷം ദിവസം തോറും അത് തുറന്നു നോക്കുകയും എടുക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടൊന്നും ഒരിക്കലും ഈ വിത്ത് മുള പൊട്ടി വളർന്ന് പാകമാവുകയില്ല. അപ്പോൾ ഇവിടെ എടുത്തു കാണിക്കുന്ന ദൈവരാജ്യത്തിൻ്റെ ഒരു പ്രത്യേക സ്വഭാവമാണ്. ആ സ്വഭാവമാകട്ടെ, ഈ ദൈവരാജ്യം ദൈവത്തിൻ്റെ പ്രത്യേക പ്രവർത്തനം കൊണ്ട് ഈ ഭൂമിയിൽ യാഥാർത്ഥ്യമാകുന്നതാണ് നമ്മളെ പഠിപ്പിക്കുക ചെയ്യുന്നത്. വിത്ത് അതിൽ ഉൾക്കൊള്ളുന്ന ശക്തി കൊണ്ടാണ്, ഉള്ളിൽ നിന്ന് വരുന്ന ശക്തി കൊണ്ടാണ് വിത്തിൻ്റെ മുള പൊട്ടുന്നത്, ആ മുള വളർന്ന് ഒരു ചെടിയാകുന്നത്, ഫലമുണ്ടാകുന്നത്. ഏതാണ്ട് ഇതുപോലെയാണ് ദൈവരാജ്യം എന്നാണ് യേശു പറയുക. അപ്പോൾ യേശു ഈ കഥ പറഞ്ഞെങ്കിലും അതിൻ്റെ അർത്ഥം അധികം പേർക്ക് മനസ്സിലായില്ല. ഇതെല്ലാവരും കാണുന്ന കാര്യമല്ലേ? വിത്തിങ്ങനെ അല്ലാണ്ട് പിന്നെ എങ്ങനെയാണ് സംഭവിക്കുക? വിത്ത് വിതയ്ക്കുന്നു, വിതയ്ച്ച വിത്ത് മണ്ണിൽ വീഴുന്നു, അത് മണ്ണിൽ വീണ് അത് അഴിഞ്ഞ് അതിന് വേരുണ്ടാകുന്നു, അതിന് മുള പൊട്ടുന്നു, വളരുന്നു. ഇതെല്ലാം സാധാരണ കാണുന്നതാണ്. പക്ഷേ ഇതിലെന്താ ഇത്ര പ്രത്യേക പ്രാധാന്യം ഇരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ എന്താണ് ഇതിൻ്റെ അർത്ഥം, എന്താണ് ഇതിലൂടെ യേശു പറയുന്നത് എന്ന് മനസ്സിലാക്കാൻ വിശദീകരണം ആവശ്യമാണ്. വിശദീകരണത്തിൽ തുടക്കത്തിൽ യേശു പറഞ്ഞ സാഹചര്യം തന്നെ ഓർക്കുക. ദൈവരാജ്യത്തെക്കുറിച്ചുള്ള ഒരുപാട് പ്രതീക്ഷകൾ, ഒരുപാട് കാഴ്ചപ്പാടുകൾ യേശുവിൻ്റെ കാലത്തെ പലസ്തീനായിൽ നിലനിന്നിരുന്നു. പ്രവചനങ്ങളിലൂടെ അവർ കേട്ടതാണ് വരാൻ പോകുന്ന ദൈവരാജ്യത്തെക്കുറിച്ച്. വരാൻ പോകുന്ന രാജ്യത്തെക്കുറിച്ചുള്ള പ്രവചനങ്ങൾ ഒരുപാട് കാലം മുമ്പ് തന്നെ കേട്ടതാണ്. ദാവീദിന് കൊടുത്തൊരു വാഗ്ദാനമുണ്ട്. ദാവീദിൻ്റെ സിംഹാസനത്തിലിരിക്കാനായിട്ട് എന്നും ഒരു പുത്രനുണ്ടായിരിക്കും, അവൻ്റെ സിംഹാസനം എന്നേക്കും നിലനിൽക്കും, അവൻ രാജ്യം ലോകത്തെല്ലായിടത്തും വ്യാപിക്കും എന്നൊക്കെയുള്ള ദാവീദ് നൽകിയ മിശിഹായെ സംബന്ധിച്ച പ്രവചനങ്ങൾ, ദൈവരാജ്യത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് വ്യക്തമായ ചില ധാരണകൾ യേശുവിൻ്റെ സമകാലികർക്ക് നൽകിയിരുന്നു. അതേസമയം യേശു ജീവിക്കുന്ന കാലത്ത് പലസ്തീനായിൽ ഒരു ഇസ്രായേലിൻ്റെ രാജ്യമുണ്ടായിരുന്നില്ല. മതപരമായ സ്വാതന്ത്ര്യമുണ്ടായിരുന്നുവെങ്കിലും രാഷ്ട്രീയമായി അവർ അടിമത്തത്തിലായിരുന്നു. റോമിൻ്റെ ആധിപത്യത്തിലായിരുന്നു പലസ്തീന. അത് BC 63 ആരംഭിച്ചതാണ്. പോംബെ എന്ന് പറയുന്ന കോൺസുൾ, പോംബെ ദ ഗ്രേറ്റ്, BC 63 പലസ്തീന കീഴടക്കിയതോടുകൂടി പലസ്തീന മുഴുവനും റോമൻ ഭരണത്തിൻ്റെ കീഴിലായി. തുടർന്ന് അന്തിപ്പാസും ഹെറോദ് അന്തിപ്പാസും ഒക്കെ ഭരിച്ചെങ്കിലും യഥാർത്ഥ ഭരണം, യഥാർത്ഥ അധികാരം റോമക്കാരുടെ കയ്യിലായിരുന്നു.
അപ്പോൾ ഈ റോമക്കാരുടെ ആധിപത്യത്തിലായിരിക്കുന്നിടത്തോളം കാലം ഇസ്രായേൽ പ്രതീക്ഷിച്ച് ദൈവരാജ്യം ഇവിടെ യാഥാർത്ഥ്യമാകും എന്ന് പ്രതീക്ഷിക്കുക എളുപ്പമായിരുന്നില്ല. അത് തന്നെയുമല്ല, ഈ ദൈവരാജ്യം യാഥാർത്ഥ്യമാകണമെന്നുണ്ടെങ്കിൽ മനുഷ്യൻ്റെ പ്രയത്നം ആവശ്യമാണ് എന്ന് വ്യക്തമായൊരു ധാരണയോടുകൂടി ദൈവരാജ്യം ബലമായി ഭൂമിയിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ഒരു വിഭാഗം പലസ്തീനയിലുണ്ടായിരുന്നു. മക്കബായരുടെ കാലത്ത് തുടങ്ങിയതാണിത്. മക്കബായരുടെ കാലം, അതാണ് BC 167 അന്ത്യോക്കസ് 4-ാമൻ്റെ മതപീഡന കാലത്ത് ആ മതപീഡനത്തെ ചെറുത്തു നിൽക്കാനായിട്ട് തുടങ്ങിയ ഒരു പ്രസ്ഥാനമായിരുന്നു മക്കബായ പ്രസ്ഥാനം. മത്താത്തിയാസ് എന്ന പുരോഹിതൻ്റെ 5 മക്കൾ, യൂദാസും ശിമയോനും അടക്കം 5 മക്കൾ തുടങ്ങിവെച്ച ആ വലിയ വിപ്ലവ പ്രസ്ഥാനം 4 കൊല്ലം കൊണ്ട് ഫലം കണ്ടു. 3.5 വർഷം കഴിഞ്ഞപ്പോഴേക്കും അന്ത്യോക്കസിനെ തോൽപ്പിക്കാനും ജെറൂസലം വീണ്ടെടുക്കാനും ശുദ്ധീകരിക്കാനും അവർക്ക് സാധിച്ചു. അങ്ങനെ ഇസ്രായേലിൻ്റെ ചരിത്രത്തിലെ വിപ്ലവത്തിലൂടെ സമാധാനം സ്ഥാപിക്കുന്ന, സ്വാതന്ത്ര്യം നേടുന്ന ഒരു പാരമ്പര്യം കടന്നു വന്നു. പക്ഷേ മക്കബയരുടെ കാലം കഴിഞ്ഞു. ഇപ്പോൾ റോമക്കാരുടെ കാലമാണ്. സിംഹാസനത്തിൽ ഒരാൾ ഇരിക്കുന്നുണ്ട്. പലസ്തീനായിൽ 3 ഭാഗമായി തിരിച്ച് യേശു ജീവിച്ചിരുന്ന ഗലീലയിൽ ഉണ്ടായിരുന്നത് അന്തിപ്പാസ് എന്ന് പറഞ്ഞാണ്, ഹെറോദസ് അന്തിപ്പാസ്. തെക്ക് യൂദയ, ഇദുമയ, സമറിയ എന്നീ പ്രദേശങ്ങളിൽ ഹെറോദേസ് മഹാരാജാവിൻ്റെ മകൻ അർക്കലാവൂസ് ഭരണം നടത്തിയെങ്കിലും AD 6 അദ്ദേഹത്തെ നാടുകടത്തി പകരം അവിടെ ഭരിക്കാനായി റോമൻ പ്രൊക്യൂറേറ്റർ നിയമിച്ചു. യേശുവിൻ്റെ പരജീവിത കാലത്ത് പ്രൊക്യൂറേറ്റർ പീലാത്തോസാണ്. ഈ 2 പ്രദേശങ്ങളാണ് നമ്മെ സംബന്ധിച്ചോളം പ്രസക്തമായിട്ടുള്ളത്. പിന്നെ ഹെറോദേസ് ഫിലിപ്പുമുണ്ട്. ഇവിടെ പലസ്തീനായി, പ്രത്യേകിച്ചും ഗലീലയിൽ റോമക്കാർക്കും അന്തിപ്പാസിനും എതിരായിട്ട് യുദ്ധം ചെയ്തുകൊണ്ട് ദൈവത്തിൻ്റെ രാജ്യം, ദാവീദിന് സിംഹാസനം ഇവിടെ സ്ഥാപിക്കണം എന്ന നിർബന്ധത്തോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു വിഭാഗം ജനങ്ങളുണ്ടായിരുന്നു. AD 6 അവരുടെ തുടക്കം. AD 6 നടന്ന ഒരു റോമൻ കാനേഷുമാരിക്ക് എതിരായി പ്രവർത്തിച്ചുകൊണ്ട്, റോമക്കാർക്കെതിരെയുള്ള വിദ്വേഷം പ്രകടിപ്പിച്ചുകൊണ്ട് യൂദാസ് ദ ഗലീലയൻ, ഗലീലിക്കാരൻ യൂദാസ് എന്ന ഒരാൾ ആരംഭിച്ചതാണ് ഈ വിപ്ലവ പ്രസ്ഥാനം. ഏലിയായെ പോലെ തീക്ഷ്ണമതികളാണ്. സീൽ എന്ന് പറഞ്ഞ പദത്തിനവരാണ് ജലറ്റ് എന്നറിയപ്പെടും, തീവ്രവാദികൾ. ഇങ്ങനെ AD 6 ആരംഭിച്ച തീവ്രവാദി സംഘടന യേശുവിൻ്റെ കാലമായപ്പോഴത്തേക്കും വളരെ ശക്തമായിരുന്നു. അവരുടെ ലക്ഷ്യം ദൈവരാജ്യം സ്ഥാപിക്കുകയാണ്. ശക്തമായ പ്രവർത്തനത്തിലൂടെ റോമക്കാർക്കെതിരെ യുദ്ധം ചെയ്ത് അവരെ തോൽപ്പിച്ച് പരാജയപ്പെടുത്തി അവരെ നാട്ടിൽ നിഷ്കാസനം ചെയ്ത് ദൈവത്തിൻ്റെ രാജ്യം ഇവിടെ കൊണ്ടുവരണം. അപ്പം മനുഷ്യൻ്റെ പ്രയത്നങ്ങൾ വഴി, അധികാര പ്രയോഗത്തിലൂടെ, അധികാരം പിടിച്ചെടുക്കുന്നതിലൂടെ, ആയുധമേന്തി യുദ്ധം ചെയ്യുന്നതിലൂടെ ദൈവരാജ്യം ഇവിടെ കൊണ്ടുവരാൻ സാധിക്കും എന്നവർ വിചാരിച്ചു. അപ്പോൾ ദൈവരാജ്യത്തിൻ്റെ ആഗമനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക മാത്രമല്ല, പ്രയത്നിക്കണം. മനുഷ്യൻ്റെ പ്രയത്ന ഫലമായിട്ടാണ് ദൈവരാജ്യം ഇവിടെ യാഥാർത്ഥ്യമാകുന്നത്. നമ്മൾ പറയാറുണ്ട്, ദൈവരാജ്യം കൊണ്ടുവരാനായിട്ട് നമ്മൾ ശ്രമിക്കണം. ഇങ്ങനെ മനുഷ്യ പ്രയത്നം കൊണ്ട്, യുദ്ധം കൊണ്ട്, ആയുധമെടുത്ത് സമരം ചെയ്ത് വിദേശാധിപത്യത്തെ പുറന്തള്ളിക്കൊണ്ട് ഇവിടെ സ്വാതന്ത്ര്യം സ്ഥാപിക്കുമ്പോൾ ദൈവരാജ്യമുണ്ടാകും എന്നവർ വിചാരിച്ചു. അതിനുവേണ്ടി അവർ ശ്രമിച്ചിരുന്നു. യേശുവിൻ്റെ കൂടെ കൂടി ചിലരെങ്കിലും ഈ ചിന്താഗതിയുള്ളവരുമായിരുന്നു. നമുക്കറിയാം, യേശുവിൻ്റെ 12 പേരിൽ ഒരാൾ ശിമയോൻ, അദ്ദേഹം തീവ്രവാദി എന്നാണ് അറിയപ്പെടുന്നത്, തീവ്രവാദി എന്ന ശിമയോൻ. മറ്റു പലരും ഈ കൂട്ടത്തിലുണ്ടായിരുന്നിരിക്കാം. ഏതായാലും യേശു ജീവിച്ചിരുന്നൊരു സാഹചര്യത്തിൽ ഇപ്രകാരം ഒരു തീവ്രവാദി സംഘടന ശക്തമായി പ്രവർത്തിച്ചിരുന്നു. ദൈവരാജ്യത്തിൻ്റെ വരവിന് വേണ്ടി അവർ പ്രയത്നിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ യേശു ദൈവരാജ്യത്തെക്കുറിച്ച് പ്രസംഗിക്കുമ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു പ്രവർത്തനമായിരിക്കും ഉദ്ദേശിക്കുന്നത്, പ്രതീക്ഷിക്കുന്നത് എന്ന് അവർ ന്യായമായും കരുതി. പക്ഷേ യേശുവിൻ്റെ പ്രവർത്തനം ഇതുമായിട്ട് യോജിക്കുന്നതായിരുന്നില്ല. യേശുവിൻ്റെ പ്രബോധനങ്ങളൊന്നും ഇതുമായിട്ട് യോജിക്കുന്നതായിരുന്നില്ല. അപ്പോഴെങ്ങനെയാണ് ദൈവരാജ്യം വരുന്നത്, ദൈവരാജ്യം എങ്ങനെയാണ് യാഥാർത്ഥ്യമാകുന്നത്, എന്താണ് ദൈവരാജ്യം എന്നതിനെക്കുറിച്ചൊക്കെ വളരെ വിശദമായി യേശു പഠിപ്പിക്കുന്നത് ഇപ്രകാരമുള്ള ഉപമകളിലൂടെയാണ്. അപ്പോഴെന്താണ് ഇന്നത്തെ ഉപമയിലൂടെ, ഈ താനേ വളരുന്ന വിത്തിൻ്റെ ഉപമയിലൂടെ എന്തു പാഠമാണ് യേശു പഠിപ്പിക്കുക? നമുക്കറിയാം, വിതക്കാരൻ വിതയ്ക്കുന്നുണ്ട്. വിത്ത് ദൈവരാജ്യത്തിൻ്റെ വചനമാണ് എന്ന് നമുക്ക് അറിയാം. യേശുവാണ് വിതയ്ക്കുന്നത്. പക്ഷേ ഈ വിത്ത് മുള പൊട്ടി വളരുന്നത് മനുഷ്യപ്രയത്നം കൊണ്ടല്ല. നമ്മൾ നിർബന്ധിച്ചതുകൊണ്ടോ തിരക്ക് കൂട്ടിയതുകൊണ്ടോ വിത്ത് നേരത്തെ മുളയ്ക്കാനും പോകുന്നില്ല. മുളപ്പിക്കാനായിട്ട് ശ്രമിച്ചാൽ അത് തകർന്നു പോവുകയുള്ളൂ, നശിച്ചു പോവുകയുള്ളൂ. ഞാൻ ഓർക്കുന്നൊരു ചെറുപ്പകാലത്ത് ചെടികൾ നട്ടിട്ട് അത് വളരുന്നുണ്ടോ ഇല്ലയോ എന്നറിയാൻ അമ്മ പറഞ്ഞു, റോസിൻ്റെ കമ്പ് നടണം, എല്ലാ ദിവസവും അവന് വെള്ളം ഒഴിക്കണം, അത് തന്നെ വളർന്നു വരും. 2 ദിവസം കഴിഞ്ഞപ്പോഴേക്കും സംശയം, ഇതിന് വേര് പിടിച്ചോ ഇല്ലയോ എന്ന്. ഞാൻ വേര് പറിച്ച് നോക്കി, വേര് പിടിച്ചിട്ടില്ല. അങ്ങനെ ഓരോ ദിവസവും പറിച്ചുകൊണ്ടിരുന്നപ്പോൾ അമ്മ പറഞ്ഞു, ഇങ്ങനെ പോയാൽ ശരിയാവില്ല, അതിന് വേര് പിടിക്കില്ല, നീ അത് സാവകാശം അവിടെ നിൽക്കട്ടെ. തിരക്ക് കൂട്ടിയത് കൊണ്ട് ഈ റോസിൻ്റെ കമ്പിന് വേര് പിടിക്കുകയില്ല. തിരക്ക് കൂട്ടിയത് കൊണ്ട് വിത്ത് മുളയ്ക്കുകയില്ല. വിത്ത് മുളയ്ക്കാൻ അതിൻ്റേതായിട്ടുള്ള സമയമുണ്ട് എന്ന് പറഞ്ഞതുപോലെ ദൈവരാജ്യം ഈ ഭൂമിയിലേക്ക് കടന്നു വരുന്നതിന് അതിൻ്റേതായിട്ടുള്ള സമയമുണ്ട്. സമയം ദൈവം നിശ്ചയിച്ച സമയമാണ്. അതിന് സ്വഭാവവും വ്യത്യാസമുണ്ട്.
ഇനി എങ്ങനെയാണ് ദൈവരാജ്യം കടന്നു വരുന്നത്? വിത്ത് മുള പൊട്ടുന്നത് ആരും കാണാറില്ല. അത് വലിയ ബഹളം വയ്ക്കാറില്ല. വിപ്ലവ പ്രസ്ഥാനങ്ങളിലൂടെ, കലാപങ്ങളിലൂടെ കടന്നു വരുന്നത് വാസ്തവത്തിൽ ദൈവരാജ്യമായിരിക്കുകയില്ല. മനുഷ്യൻ്റെ തന്നെ രാജ്യം പലപ്പോഴും സാത്താൻ രാജ്യമായിരിക്കും. വിപ്ലവത്തിലൂടെ ദൈവരാജ്യം കൊണ്ടുവരാൻ ശ്രമിച്ചവർക്ക് വലിയ പരാജയമാണ് സംഭവിച്ചത് നമുക്കറിയാം. ഇസ്രായേലിൻ്റെ കാര്യം തന്നെ എടുക്കുക. AD 6 ആരംഭിച്ച സിലറ്റ് മൂവ്മെൻറ്റ്, ആ വിപ്ലവ പ്രസ്ഥാനം AD 64 ആയപ്പോഴേക്കും വലിയൊരു വിജയത്തിൽ എത്തിച്ചേർന്ന് തോന്നും. റോമക്കാരെ അവർക്ക് പുറന്തള്ളാൻ സാധിച്ചു. AD 64 ആയപ്പോഴേക്കും വലിയൊരു യുദ്ധത്തിലൂടെ. അധികം യുദ്ധം ചെയ്യാതിന് കാരണം അധികം പടയാളികൾ റോമക്കാർ അന്ന് പലസ്തീനയിൽ ഉണ്ടായിരുന്നില്ല. വളരെ ശക്തമായ അവരെ പുറത്താക്കി സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു. എല്ലാം ശുഭം എന്ന് വിചാരിച്ചു. പക്ഷേ AD 66 റോമൻ സൈന്യം സാവകാശം തിരിച്ചടിച്ചു. വെസ്പസിയാൻ എന്ന റോമൻ സൈന്യാധിപൻ്റെ നേതൃത്വത്തിൽ 3 ലീജിയൻ പടയാളികൾ പലസ്തീനായിൽ കടന്നു കൂടി. അവർ ഗലീലിൽ നിന്ന് സാവകാശം ജെറൂസലത്തേക്ക് മാർച്ച് ചെയ്തു. വഴിയിലുണ്ടായിരുന്നെല്ലാം നശിപ്പിച്ചു. ഒരുപാട് പേരെ കുരിശു തറച്ചു. അനേകം പേരെ അടിമകളാക്കി. അവസാനം AD 69 ജെറൂസലം പട്ടണത്തിന് അവർ ഉപരോധം ഏർപ്പെടുത്തി. ആ സമയത്ത് റോമിൽ വലിയ കലാപം നടക്കുകയായിരുന്നു. വെസ്പസിയാനെ ചക്രവർത്തിയായി റോമൻ പടയാളികൾ നിശ്ചയിച്ചതുകൊണ്ട് അദ്ദേഹം യുദ്ധം മകനെ ഏൽപ്പിച്ചിട്ട് റോമിലേക്ക് തിരിച്ചുപോയി. മകൻ ടൈറ്റസ് ഉപരോധം തുടർന്നു. AD 70 എല്ലാം തകർന്നു. ജെറൂസലമിൻ്റെ ഭിത്തി തകർത്ത്, മതിൽ തകർത്ത് റോമൻ പട്ടാളം അകത്ത് കടന്നു. ജെറൂസലം ദേവാലയം അവർ അഗ്നിക്കരയാക്കി. 10,000 യഹൂദരെ അവർ അടിമകളായി പിടിച്ചുകൊണ്ടുപോയി ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ, റോമാ സാമ്രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ചന്തയിൽ ലേലം ചെയ്ത് അടിമകളാക്കി വിറ്റു. അപ്പോൾ ഇങ്ങനെ ദൈവരാജ്യം അത്ഭുതകരമായ ആയുധ പ്രയോഗത്തിലൂടെ നടപ്പിലാക്കാൻ ശ്രമിക്കുമെന്ന് വിചാരിച്ചവർക്ക് പാളി പറ്റി. ഇത് തന്നെയാണ് എപ്പോഴും സംഭവിക്കുക. റോമക്കാർ പറയുമ്പോൾ സമാധാനം ആഗ്രഹിക്കുന്നെങ്കിൽ യുദ്ധത്തിനൊരുങ്ങുക. യുദ്ധത്തിനുള്ള ആയുധശേഷി വർദ്ധിപ്പിച്ചുകൊണ്ട് സമാധാനം സ്ഥാപിക്കാൻ, അങ്ങനെ ലോകത്ത് മുഴുവൻ സമാധാനം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നതിൻ്റെ ദുരന്ത ഫലങ്ങൾ നമ്മൾ ഇന്നും കണ്ടുകൊണ്ടിരിക്കുകയാണ് ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും. ആയുധത്തിൻ്റെ പ്രഹരശേഷി വർദ്ധിക്കുന്നതനുസരിച്ച് സമാധാനമല്ല, ഭീതിയും അസമാധാനവും കലഹവും കലാപവുമാണ് ഉണ്ടാകുന്നതെന്ന് എത്രയോ അനുഭവങ്ങൾ നമ്മളെ പഠിപ്പിച്ചു കഴിഞ്ഞു. അപ്പോൾ വിത്ത് മുളയ്ക്കുന്നത് പോലെയാണ് ദൈവരാജ്യം ഉണ്ടാവുക. അത് മനുഷ്യൻ്റെ കഠിനാധ്വാനം കൊണ്ടോ അക്രമ പ്രവർത്തനങ്ങൾ കൊണ്ടോ ആയുധം ഉപയോഗിച്ചുള്ള സംഘടനകൾ കൊണ്ടോ സംഭവിക്കുന്ന ഒന്നല്ല. ദൈവരാജ്യം ശാന്തിയായി, സമാധാനമായി, സാവകാശം വളർന്നു വരുന്നതാണ്. അപ്പോൾ അത് വളർച്ച ആരും കാണുകയുമില്ല. മുള പൊട്ടുന്നത് ആരും കാണില്ല. മുള വന്നു, ഇനി മുള വളരുന്നതുകൊണ്ട് നമ്മൾ കാണും. ഒരുപക്ഷേ സ്ലോ മോഷൻ ക്യാമറയിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പലപ്പോഴും കാണിക്കാറുണ്ട് ഇങ്ങനെ വളരെ സാവകാശം ഇത് വളർന്നു വരുന്നത്. പക്ഷേ നമ്മൾ നഗ്നനേത്രങ്ങളോട് നോക്കിയിരുന്നാൽ ഇത് വിടരുന്നൊന്നും കാണാനാവില്ല, കാരണം അത്രയും സാവകാശമാണ്. അപ്പോൾ ഇതിനാണ് യേശു പറയുക, നിങ്ങൾ പ്രതീക്ഷിക്കാത്ത വിധത്തിലാണ് ഇത് വളർന്നുകൊണ്ടിരിക്കുന്നത്. ദൈവരാജ്യം ഇവിടെ തന്നെ ആരംഭിച്ചിട്ടുണ്ട്. അതിന് ഒച്ചപ്പാടും ബഹളവുമൊന്നുമില്ല. എങ്ങനെയാണ് ദൈവരാജ്യം വളരുക? അത് വളരുന്നത് ഹൃദയത്തിലാണ്, മനുഷ്യഹൃദയത്തിൽ ഒരു ആശയമായി, ഒരു ആഗ്രഹമായി, ഒരു ആവേശമായി നിക്ഷേപിക്കപ്പെടുന്ന ദൈവത്തിൻ്റെ വചനം, ദൈവരാജ്യത്തിൻ്റെ വചനം, അത് സാവകാശം വളരും. മനുഷ്യനിൽ സാവകാശം പരിവർത്തനമുണ്ടാകും. ചിലപ്പോഴൊക്കെ വളരെ നാടകീയമായ പരിവർത്തനം മനുഷ്യന് സംഭവിക്കാറുണ്ട്. ഉദാഹരണത്തിന് പൗലോസിൻ്റെ മാനസാന്തരം ഒരു വ്യക്തമായ ഉദാഹരണമാണ്. യേശുവിനെ മതവിരോധിയായി, ദൈവദൂഷകനായി, വ്യാജപ്രവാചകനായി കരുതി യേശുവിൻ്റെ അനുയായികളെ മതവിരോധികളായി മുദ്രകുത്തി ഉന്മൂലനം ചെയ്യാനായിട്ട് ശ്രമിച്ച ഒരു ഫരിസേയ പ്രമാണിയായിരുന്നു, നേതാവായിരുന്നു യുവ നേതാവായ സാവൂൾ. യേശുവിൻ്റെ അനുയായികളെ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കാനും അവരെ വധിക്കാനും വേണ്ടി ആവശ്യമായ ഔദ്യോഗിക രേഖകളുമായി ജെറൂസലമിൽ നിന്ന് ഡമാസ്കസിലേക്ക് പോകുന്ന വഴിക്കാണല്ലോ യേശു സാവൂളിനെ കണ്ടുമുട്ടിയത്. നിലം പതിച്ച സാവൂളിൽ പെട്ടെന്നുണ്ടായ മാറ്റം. അദ്ദേഹം ഇതുവരെ യേശുവിൻ്റെ വിരോധിയായിരുന്നവൻ ഇനി യേശുവിൻ്റെ ഏറ്റവും വലിയ അപ്പസ്തോലനായി മാറി. പക്ഷേ ഇങ്ങനെയുള്ള സംഭവങ്ങൾ എപ്പോഴും ഉണ്ടായെന്ന് വരില്ല, വിരളമാണ്. സാവകാശമാണ് സംഭവിക്കുക മനുഷ്യനുണ്ടാകുന്ന മാറ്റം. ഈ ലോകത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ തന്നെ സാവകാശമാണ്. ദൈവരാജ്യം ഒരു സുപ്രഭാതത്തിൽ പൊടുന്നനെ പൊട്ടിവിടരുന്ന ഒന്നല്ല, അത് സാവകാശം ഇവിടെ വന്നു കഴിഞ്ഞു. ഇപ്പോൾ ദൈവത്തിൻ്റെ വചനം ഈ ഭൂമിയിൽ നിക്ഷേപിച്ചത് ആരംഭം മുതലേയുണ്ട്. പക്ഷെ അത് മനുഷ്യനായി അവതരിച്ചത് യേശുവാണ് 2000 വർഷം മുമ്പ്. അവിടെ നിന്ന് കിട്ടിയ ഈ സമാധാനത്തിൻ്റെ, സ്നേഹത്തിൻ്റെ, സാഹോദര്യത്തിൻ്റെ സന്ദേശം
ശാന്തിയുടെ സന്ദേശം അത് ലോകത്ത് മുഴുവൻ വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. എത്ര സാവകാശമാണ് ഓരോ മാറ്റങ്ങൾ ഉണ്ടാകുന്നത്. പക്ഷേ മാറ്റം ഉണ്ടായി കഴിയുമ്പോൾ അത് പെട്ടെന്നാണെന്ന് തോന്നും. ഒരു കാലത്ത് മനുഷ്യനെ അടിമയാക്കി വെച്ചുകൊണ്ട് നമുക്കറിയാം. മനുഷ്യനെ അടിമയാക്കുന്ന ഒരു തെറ്റുമാരും കണ്ടിരുന്നില്ല. ആഫ്രിക്കൻ കാടുകളിലുണ്ടായിരുന്ന മനുഷ്യരെ ബലമായി പിടിച്ചുകൊണ്ടുപോയി യൂറോപ്പിൻ്റെയും അമേരിക്കയുടെയും ചന്തകളിൽ ലേലം ചെയ്ത് വിൽക്കുന്നതിൽ എന്തെങ്കിലും അപാകതയുള്ളതായി ആരും കരുതിയിരുന്നില്ല അന്ന്. പക്ഷേ പിന്നീട് ഇത് അടിമ വ്യവസായം തെറ്റാണെന്ന് മനസ്സിലായി. അതിനെതിരെ യുദ്ധമുണ്ടായി. മനുഷ്യർക്ക് സ്വാതന്ത്ര്യം ആവശ്യമാണെന്നുള്ള ബോധ്യത്തിലേക്ക് കടന്നു വന്നു. ഒരു കാലത്ത് ചില രാജ്യങ്ങളിൽ അപ്പാർത്തൈഡ് നിയമം ഉണ്ടായിരുന്നു. വെളുത്തവർക്കൊരു ഭാഗം, കറുത്തവർക്കൊരു ഭാഗം. വെളുത്തവൻ യാത്ര ചെയ്യുന്ന ട്രെയിനിൽ കറുത്തവൻ യാത്ര ചെയ്യാൻ പാടില്ല. വെളുത്തവൻ ജീവിക്കുന്ന അപ്പാർട്ട്മെൻറ്റിൽ അല്ലെങ്കിൽ സ്ഥലത്ത് കറുത്തവന് പാടില്ല. പ്രത്യേകമായി ഉണ്ടായിരുന്നു. പക്ഷേ അത് മാറിയില്ലേ? സാവകാശമാണ്. മനുഷ്യരെല്ലാവരും തുല്യരാണെന്നും എല്ലാവർക്കും തുല്യമായ അവകാശമുണ്ടെന്നും അതിനടിസ്ഥാനമായി നിൽക്കുന്നത് അവരെല്ലാവരും ദൈവത്തിന് മുഖം വഹിക്കുന്നവരാണെന്നും ഉള്ള ബോധ്യം സാവകാശമാണ് കടന്നു വരിക. അത് എപ്പോഴും ഔദ്യോഗികമായ സംഘടിതമായ മതങ്ങളുടെ പഠനങ്ങളിലൂടെ ആയിരിക്കണമെന്നില്ല. ഒരുപക്ഷെ മതവിരോധി ദൈവവിരോധി എന്ന് വിചാരിക്കുന്ന വ്യക്തികളിലൂടെ ഇതൊക്കെ കടന്നു വന്നു വരാം. ദൈവത്തെ നിഷേധിക്കുന്നവരും ചിലപ്പോൾ മാനുഷിക മൂല്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തു എന്ന് വരാം. മനുഷ്യൻ്റെ മഹത്വത്തെ ഊന്നിപ്പറയാനായിട്ട് എല്ലാവരും ശ്രമിക്കുന്നു. യേശു പറഞ്ഞല്ലോ, കാറ്റ് അതിനിഷ്ടമുള്ളിടത്ത് വീശുന്നു, നിങ്ങളതിൻ്റെ ശബ്ദം കേൾക്കുന്നു, പക്ഷേ അതെവിടെ നിന്ന് വരുന്നോ ഇവിടേക്ക് പോകുന്നു എന്നറിയില്ല എന്ന് പറഞ്ഞതുപോലെ ദൈവരാജ്യത്തിൻ്റെ പ്രവർത്തനം ഇവിടെ സംഭവിക്കുന്ന പല വ്യക്തികളിലൂടെയാണ്. ഇതിനു വേണ്ടി മാത്രം കച്ചുകെട്ടേറിയിരിക്കുന്ന വ്യക്തികളിലൂടെ മാത്രമായിരിക്കണം. ദൈവരാജ്യത്തിൻ്റെ വാഹകരായി, പ്രചാരകരായി, ഏജന്റുമാരായി വർത്തിക്കുന്നവരുടെ മാത്രമായിരിക്കണം ദൈവം പ്രവർത്തിക്കുക. ദൈവത്തിൻ്റെ ആത്മാവ് എല്ലാവരിലും പ്രവർത്തിക്കുന്നുണ്ട്. ഈ ഭൂമിയിൽ നിശബ്ദമായി മുളപൊട്ടി വളരുന്ന വിത്ത് പോലെ ദൈവത്തിൻ്റെ രാജ്യം ഇവിടെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അത് മനുഷ്യഹൃദയങ്ങളെ സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. മനുഷ്യഹൃദയങ്ങളിൽ ശാന്തിയും സാഹോദര്യവും സ്വാതന്ത്ര്യത്തിനും വേണ്ടി ഉള്ള ആഗ്രഹവും അദമ്യമായ ദാഹവുമെല്ലാം ഈ ദൈവരാജ്യത്തിൻ്റെ ഭാഗങ്ങളല്ലേ. ഒരു 10, 50 അല്ല 100 വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന ഭാരതത്തിലെ കേരളത്തിലെ അവസ്ഥ തന്നെ നോക്കൂ. ഒരുപക്ഷേ ഒരേ വഴിയിലൂടെ ബ്രാഹ്മണനും ശൂദ്രനും നടക്കാൻ പാടില്ലായിരുന്നു. തൊട്ടുകൂടാത്തവർ, തീണ്ടിക്കൂടാത്തവർ, ദൃഷ്ടിയിൽപ്പെട്ടാലും കുറ്റമുള്ളവർ എന്ന് പറഞ്ഞൊരു വിഭാഗമുണ്ടായിരുന്നു. അവർക്ക് ക്ഷേത്രപ്രവേശനം നിഷേധിച്ചിരുന്നു. അവരുമായി ഒന്നിച്ചു ഭക്ഷിക്കുകയില്ലായിരുന്നു. അവർക്ക് പ്രത്യേക രീതി. അടിമകളാകാനായിട്ട് വിളിക്കപ്പെട്ടവരാണ്. എവിടെ പോയി ഇന്ന് ആ സാഹചര്യം? ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. നന്മ ഒരുപാട് ഇവിടെ വളർന്നിട്ടുണ്ട്. മനുഷ്യൻ്റെ സാഹോദര്യം, സ്വാതന്ത്ര്യം മറക്കുന്നില്ല. മറുഭാഗത്ത് വിദ്വേഷവും വിരോധവും വെറുപ്പും ശത്രുതയും അക്രമവും ഒക്കെ അരങ്ങേറുന്നുണ്ട് എന്ന്. പക്ഷേ നമ്മൾ ദോഷൈക ദൃക്കുകളായി മാത്രം നിൽക്കരുത്. ഉണ്ടാകുന്ന തിന്മകൾ മാത്രമല്ല, ഇവിടെ വളരുന്ന നന്മയെക്കുറിച്ച് കൂടി ഓർക്കണം. യേശു വിതച്ച വിത്ത്, ദൈവരാജ്യത്തിൻ്റെ വിത്ത് വളരും, ഇല പൊട്ടും, അത് സാവകാശം ഫലം കായ്ക്കും. ദൈവത്തിൻ്റെ തന്നെ പ്രവർത്തനമാണ്. ഉള്ളിൽ നിന്ന് വരുന്ന ഒരു ശക്തിയാണ് ഇതിനെ മുന്നോട്ട് നയിക്കുക. ഈ ആന്തരിക ശക്തി ദൈവത്തിൻ്റെ തന്നെ ശക്തിയാണ്. അപ്പോൾ ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ മനുഷ്യൻ സ്ഥാപിക്കുന്ന രാജ്യമല്ല, ദൈവം തന്നെ നൽകുന്ന രാജ്യമാണ്. എന്താണ് അത് എന്ന് യേശു നിർവചിക്കുന്നില്ല, വിശദീകരണങ്ങൾ തരുന്നുണ്ട്. ഇനി വരുന്ന ഓരോ പ്രഭാഷണം, ഓരോ ഉപമകളും ദൈവരാജ്യത്തിൻ്റെ വിവിധ വശങ്ങൾ നമുക്ക് വെളിപ്പെടുത്തി തരുന്നതാണ്. പൗലോസ് ലീഹ അതിനൊരു നിർവചനം എന്ന രീതിയിൽ റോമക്കാർക്കെതിരെ ലേഖനം 14-ാം അധ്യായം 17-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ദൈവരാജ്യം എന്നാൽ ഭക്ഷണവും പാനീയവുമല്ല, അത് നീതിയും സമാധാനവും സന്തോഷവുമാണ്. പരിശുദ്ധാത്മാവുള്ള സന്തോഷവും. നീതി, സമാധാനം, പരിശുദ്ധാത്മാവുള്ള സന്തോഷം. അപ്പോൾ ഇത് എവിടെ നീതി വികസിക്കുന്നുവോ, ഇവിടെ മനുഷ്യനീതി, ഇവിടെ ദൈവിക നീതി, ഇവിടെ സാമൂഹ്യനീതി യാഥാർത്ഥ്യമാകുന്നുവോ അവിടെ ദൈവരാജ്യം യാഥാർത്ഥ്യമായിക്കൊണ്ടിരിക്കുകയാണ്. എവിടെ മനുഷ്യനെ സഹോദരനും സഹോദരിയുമായി കാണുകയും സ്നേഹിക്കുകയും ചെയ്യുന്നു അവിടെ ദൈവരാജ്യം യാഥാർത്ഥ്യമാണ്. എവിടെ മനുഷ്യൻ പരസ്പരം അംഗീകരിക്കാനും സ്നേഹിക്കാനും സഹായിക്കാനും സാധിക്കുന്നിടത്ത് ദൈവരാജ്യമുണ്ട്. ദൈവരാജ്യം ഹൃദയത്തിലുണ്ടാകുന്ന സമാധാനമാണ്. ചുറ്റുപാടും എതിർപ്പുകളും വിദ്വേഷങ്ങളും ഉണ്ടാകുമ്പോഴും ഹൃദയത്തിൻ്റെ ഉള്ളിൽ ശാന്തിയായി സമാധാനമായ ദൈവരാജ്യത്തിന് നമുക്ക് പുറപ്പെടാൻ സാധിക്കും. അപ്പോഴിങ്ങനെ ദൈവത്തിൻ്റെ രാജ്യം ഒരു യാഥാർത്ഥ്യമായി ഇവിടെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ദൈവരാജ്യം എന്നത് ദൈവം നൽകുന്ന ദാനമാണ്, ദൈവത്തിൻ്റെ പ്രവർത്തനമാണ്. ദൈവമാണ് ഈ ഭൂമിയിൽ ദൈവരാജ്യം ഒരു യാഥാർത്ഥ്യമാക്കി മാറ്റുക. അതിനുവേണ്ടിയാണ് യേശു കടന്നു വന്നത്. പഴയ നിയമത്തിലൂടെ ധാരാളം പ്രവചനങ്ങളുണ്ടായിരുന്നു ഇതിനെക്കുറിച്ച്. പക്ഷേ പല പ്രവചനങ്ങളും തെറ്റിദ്ധരിക്കപ്പെട്ടു. ഇത് ഭൂമിയിൽ സ്ഥാപിതമാകുന്ന ഒരു രാഷ്ട്രീയമായ ഭരണമാണ് എന്ന് എങ്ങനെയോ തെറ്റിദ്ധാരണയ്ക്ക് കാരണമായി. ദാവീദിൻ്റെ രാജ്യം എന്നവർ ചിന്തിക്കാൻ തുടങ്ങി. പക്ഷേ യേശു പഠിപ്പിച്ചതും യേശു കൊണ്ടുവന്നതും തികച്ചും വ്യത്യസ്തമായ ഒന്നാണ്. ആന്തരിക പരിവർത്തനത്തിലൂടെ
മനുഷ്യ സമൂഹത്തിൽ മുഴുവൻ ഒരു പുതിയ സമൂഹത്തിന് നിർമ്മിതിയിലൂടെ സംജാതമാകുന്ന രാജ്യം. അതിന് മനുഷ്യൻ്റെ സഹകരണം കൂടാതെ അല്ല ദൈവരാജ്യം ഭൂമിയിൽ വരുന്നത്. അതേസമയം മനുഷ്യൻ്റെ പ്രയത്നത്തിലൂടെ മാത്രമല്ല താനും. വിത്ത് താനേ വളരുന്നതിനുള്ള ശക്തി ഉണ്ടാണെന്ന് പറഞ്ഞു. അതുപോലെ ഈ ദൈവരാജ്യം ഇവിടെ യാഥാർത്ഥ്യമാകും, പക്ഷേ മനുഷ്യനെ കൂടാതെയല്ല. പക്ഷേ എങ്ങനെയാണ് മനുഷ്യൻ സഹകരിക്കേണ്ടത്? ഏതെല്ലാം മൂല്യങ്ങളാണ് ദൈവരാജ്യത്തിൻ്റെതായ മനുഷ്യൻ സ്വീകരിക്കേണ്ടത്? ഏതെല്ലാമാണ് ജീവിക്കേണ്ടത്? ചില ഭാഗത്തു നിന്ന് ദൈവരാജ്യത്തോട് യാഥാർത്ഥ്യമാകാനായിട്ട് എല്ലാവരും എൻ്റെ മതം സ്വീകരിക്കണം എന്ന് പറയുന്നവരുണ്ട്. അത് ഏത് മതവുമാകാം, ഹിന്ദു മതമാകാം, ക്രിസ്തു മതമാകാം, ഇസ്ലാം മതമാകാം, ഏതുമാവണം. ഓരോ മതത്തിൻ്റെയും പ്രചാരകൾ എൻ്റെ മതം മാത്രമാണ് ശരി, ഇത് സ്വീകരിച്ചാലേ ലോകത്ത് സമാധാനം ഉണ്ടാകൂ എന്ന് ശഠിക്കുന്നവരുണ്ട്. അതിൻ്റെ ദോഷഫലങ്ങൾ ഇന്ന് വളരെ വ്യക്തമായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ചും മധ്യപൂർവ്വ ദേശങ്ങളിൽ, ഇറാഖ് പോലുള്ള ദേശങ്ങളിൽ മറ്റ് സകല ചിന്താഗതികളും ഒഴിവാക്കിക്കൊണ്ട് ക്രിസ്ത്യാനികളടക്കം എല്ലാവരെയും ഉന്മൂലനം ചെയ്തുകൊണ്ട് പ്രത്യേക മതത്തിൻ്റെ മാത്രമേ സ്ഥാനം ഉണ്ടാവുകയുള്ളൂ. ഇതിലൂടെയാണ് സമാധാനം സ്ഥാപിക്കാൻ പോകുന്നത്. ഇസ്ലാം എന്ന സമാധാനം എന്നാണല്ലോ അർത്ഥം. അപ്പോൾ കൊലപാതകത്തിലൂടെ, വംശനാശത്തിലൂടെ, വംശഹത്യയിലൂടെ സമാധാനം, ദൈവരാജ്യം സ്ഥാപിക്കാമെന്ന് വിചാരിക്കുന്നത് മൗഢ്യമാണ് എന്ന് നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കുന്നു. പക്ഷേ അത് മനുഷ്യൻ ഇതുവരെ പാഠം പഠിച്ചിട്ടില്ല. ദൈവമാണ് പ്രവർത്തിക്കുന്നെങ്കിൽ എന്തിനു മനുഷ്യനെ കുരുതി ചെയ്യണം? എനിക്ക് എൻ്റെ ചിന്തയ്ക്ക് വിരുദ്ധമായി അല്ലെങ്കിൽ ചിന്തിക്കുന്ന ഒരാളെ ഉന്മൂലനം ചെയ്തുകൊണ്ടാണോ ഞാൻ സമാധാനം സ്ഥാപിക്കുക? ശത്രുതയും വിദ്വേഷവും ആയുധത്തിൻ്റെ ശക്തിയും ഒന്നും ഒരിക്കലും സമാധാനം കൊണ്ടുവരികയില്ല. ദൈവരാജ്യം എന്നത് സമാധാനമാണ്, ശാന്തിയാണ്. അത് സ്നേഹത്തിലൂടെ മാത്രമേ ഉത്ഭുതമാവുകയുള്ളൂ. മറുഭാഗത്തു നിന്ന് എന്തു ചിന്തിച്ചാലും കുഴപ്പമില്ല, പരിപൂർണമായ സ്വാതന്ത്ര്യമാണ് ദൈവരാജ്യം എന്ന് വിചാരിക്കുന്നുണ്ടാകാം. അബ്സല്യൂട്ട് ഫ്രീഡം. എനിക്ക് തോന്നിയത് ഞാൻ ചെയ്യും, ആരും എന്നെ തടയരുത്, ആരും എന്നെ നിയന്ത്രിക്കാൻ പോരരുത് എന്ന് വിചാരിക്കുന്ന ഒരു നിയന്ത്രണമില്ലാത്ത നിരങ്കുശമായ സ്വാതന്ത്ര്യമാണ് ഇവിടെ ആവശ്യം. അങ്ങനെയാണ് ഒരു ദൈവരാജ്യം യാഥാർത്ഥ്യമാകുമെന്ന് വിചാരിക്കുന്നവരുണ്ടാകും. നിയന്ത്രണമില്ലാതെ, നിയമമില്ലാതെ ഒരിക്കലും സമാധാനം ഉണ്ടാവുകയില്ല എന്ന് നമുക്കറിയാം. ഓരോരുത്തരും അവരവരുടെ സ്വാതന്ത്ര്യത്തിന് പരിധി കൽപ്പിക്കേണ്ടതുണ്ട്. ഞാൻ കയ്യിലിരിക്കുന്ന വടി കറക്കിക്കൊണ്ട് നടക്കാൻ എനിക്ക് അനുവാദമുണ്ട്, ഇഷ്ടമാണ് പോലെ. പക്ഷേ എൻ്റെ സഹോദരൻ്റെ മൂക്ക് ആരംഭിക്കുന്നിടത്ത് എൻ്റെ വടിയുടെ സ്വാതന്ത്ര്യം അവസാനിക്കുകയാണ്. അവൻ്റെ മൂക്കിന് നേരെ വടി വാങ്ങാനായിട്ട് എനിക്ക് അവകാശമില്ല. എന്ന് പറഞ്ഞാൽ ഞാൻ ജീവിക്കണം, മറ്റുള്ളവർ ജീവിക്കണം, മറ്റുള്ളവരെ അംഗീകരിക്കണം. ഒരു നിയമവും ഇല്ലാത്ത രീതിയിൽ ജീവിതം ഇവിടെ സാധ്യമല്ല. ഇത് പരസ്പര ബന്ധങ്ങളിൽ മാത്രമല്ല, മനുഷ്യൻ്റെ മൊത്തമായ ധാർമ്മികതയെ സംബന്ധിച്ചും ഇത് പ്രാധാന്യമുള്ളതാണ്. ഉദാഹരണത്തിന് ജീവന് നൽകുന്ന സംരക്ഷണം. എൻ്റെ ജീവൻ വിലപ്പെട്ടതായതുപോലെ തന്നെ എല്ലാ ജീവനും വിലപ്പെട്ടതാണ്. മനുഷ്യജീവനും മൃഗങ്ങളുടെ ജീവനും സസ്യങ്ങളുടെ ജീവനുമെല്ലാം. ഗർഭസ്ഥ ശിശു മനുഷ്യനല്ല എന്ന് കരുതി അതിനെ കൊല ചെയ്യാനുള്ള അവകാശം, ഉത്തരവാദിത്വം എനിക്കില്ല. രാഷ്ട്രം അതിന് അനുവാദം നൽകിയാലും ഉപയോഗശൂന്യമായി തോന്നുന്ന ജീവനെ ഉന്മൂലനം ചെയ്യാൻ ആർക്കും അവകാശമില്ല. അപ്പോൾ സ്വാതന്ത്ര്യത്തിന് പരിധികളുണ്ട്. പരിധിയില്ലാത്തൊരു സ്വാതന്ത്ര്യമായി നമുക്ക് ദൈവരാജ്യത്തെ കാണാൻ സാധിക്കുകയില്ല. ഏത് രീതിയിലാണ്? അത് ലൈംഗികതയിലാവാം, അതല്ലെങ്കിൽ ഈ ഭൂമിയുടെ മേൽ ആധിപത്യം സ്ഥാപിക്കുന്ന കാര്യത്തിലാവാം. ഓരോരുത്തരും തങ്ങൾക്ക് ആവശ്യമായി എടുക്കുക. പക്ഷേ വാരിക്കൂട്ടാനുള്ള ശ്രമത്തിൽ മറ്റുള്ളവൻ്റെ അവകാശങ്ങളെ മാനിക്കാതെ, ആവശ്യങ്ങളെ പരിഗണിക്കാതെ സ്വന്തമായി വാരിക്കൂട്ടാൻ ശ്രമിക്കുന്നിടത്ത് ഉണ്ടാകുന്നത് വലിയ അക്രമവും അനീതിയും ഒരുപാട് പേരുടെ മരണവുമാണ്. നമുക്കറിയാമെന്ന് പട്ടിണി വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങൾ. അതേസമയം ഒരു ഭാഗത്ത് സ്വത്ത് വളരെയധികം കുന്നുകൂടുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഇവിടെയും ഒരു ദൈവരാജ്യത്തിൻ്റെ മൂല്യങ്ങൾ സ്വീകരിച്ചില്ല എങ്കിൽ ഇവിടെ യാഥാർത്ഥ്യമാകാൻ പോകുന്നില്ല ദൈവരാജ്യം. അപ്പം മനുഷ്യ ഹൃദയങ്ങളിലേക്ക് കടന്നു വരുന്ന ഈ മൂല്യങ്ങൾ സ്വീകരിക്കാൻ നമ്മൾ തയ്യാറാകണം. അതാണ് നീതി, സമാധാനം. നീതി എല്ലാവർക്കും ലഭിക്കണം. യേശു പഠിപ്പിച്ചതാണ്, നിന്നെപ്പോലെ തന്നെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക. അയൽക്കാരന് വേണ്ടി, സ്നേഹത്തിന് വേണ്ടി ജീവൻ സമർപ്പിക്കുന്നതിനേക്കാളും വലിയ സ്നേഹമില്ല എന്ന് യേശു പഠിപ്പിച്ചു. അപ്പോൾ ദൈവരാജ്യം ഇവിടെ വളരുന്നത് ഇപ്രകാരമുള്ള നീതിയുടെ, സ്നേഹത്തിൻ്റെ പ്രവർത്തനത്തിലൂടെയാണ്. അത് ആന്തരികമായൊരു ശക്തിയായിട്ടാണ് വളരുക. അവസാനം യേശു പറയും, ഇതിനൊരു സമയമുണ്ട്. കതിർ വിളയുമ്പോൾ അരുവാളെടുക്കും ഫലം കൊയ്യാനായി. ഈ അരുവാളെടുക്കുന്നത് രണ്ടും ഇതാകാം. ഇവിടെ ഫലം ശൂന്യമായി പോയാൽ അത് പതിരുകൾ കത്തിച്ചു കളയും. അതേസമയം ഫലം പൂർണ്ണമായി നല്ല വിത്ത്, നല്ല ഗോതമ്പ് അല്ലെങ്കിൽ നെല്ല് അറപ്പുരയിൽ ശേഖരിക്കും. അപ്പോൾ ഇതെല്ലാം ഒരു ലക്ഷ്യത്തിലേക്കാണ് പോകുന്നത്. ഈ വിത്ത് വളരുന്ന ഫലം പുറപ്പെടുവിക്കാനാണ്. ആ ഫലം ആത്മാവിൻ്റെ ഫലങ്ങളായി മാറുകയും ചെയ്യുക. എന്താണ് ദൈവരാജ്യത്തിൻ്റെ ഫലങ്ങൾ എന്ന് വിശുദ്ധ പൗലോസ് വളരെ വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. സ്നേഹം, ആനന്ദം, സമാധാനം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മസംയമനം. ഇങ്ങനെ 9 ഫലങ്ങൾ.
വിശ്വസ്തതയും ആത്മസംയമനവും എല്ലാം സ്നേഹത്തിൽ നമ്മൾ ഉത്ഭവിക്കുക. ഇപ്രകാരം ഒരു ഫലം പുറപ്പെടുവിക്കാനായിട്ട് നമ്മളുടെ ഹൃദയത്തെ നമുക്ക് വിട്ടുകൊടുക്കാം. ദൈവത്തിൻ്റെ വചനം സ്വീകരിക്കാം. ആ വചനം ഇവിടെ ഭൂമിയിൽ യാഥാർത്ഥ്യമാകുമ്പോൾ ഈ ഫലങ്ങളുണ്ടാവും. അത് ദൈവം പ്രവർത്തിക്കുക ചെയ്യും. അതുകൊണ്ട് നിരാശപ്പെടാതെ പ്രതീക്ഷയോടെ ദൈവത്തിൻ്റെ രാജ്യത്തിന് വേണ്ടി നമ്മളെ തന്നെ ഒരുക്കാം, നമുക്ക് വിട്ടുകൊടുക്കാം. പ്രാർത്ഥനയോടെ നമുക്ക് സമാപിക്കാം. കാരുണ്യവാനായ ദൈവമേ, അങ്ങയുടെ രാജ്യത്തിൻ്റെ വചനം ഞങ്ങളുടെ ഹൃദയത്തിൽ നിക്ഷേപിച്ച ആ വലിയ കൃപയെ ഓർത്ത് അങ്ങേക്ക് നന്ദി പറയുന്നു. ആ വചനം ഞങ്ങളുടെ ഹൃദയത്തിൽ, ഞങ്ങളുടെ സമൂഹത്തിൽ മുള പൊട്ടി വളർന്ന് ഫലം പുറപ്പെടുവിക്കാൻ പറ്റിയൊരു സാഹചര്യം ഞങ്ങൾ സൃഷ്ടിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. വചനം ഹൃദയത്തിൽ സ്വീകരിച്ച് അതിനെക്കുറിച്ച് നിരന്തരമായി ധ്യാനിച്ച് ജീവിതത്തിൽ പകർത്തി ഫലം പുറപ്പെടുവിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. പരിശുദ്ധമേ, ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായിട്ട് മാധ്യസ്ഥം വഹിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.